മാനസാന്തരപ്പെടുക, അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. 5 കാര്യങ്ങളാണ്. എന്തെല്ലാമാണ്? സമയം പൂർത്തിയായിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഈ 5 കാര്യങ്ങൾ വാസ്തവത്തിൽ ദൈവവും നമ്മളുമായിട്ടുള്ള ഈ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന ബന്ധമാണ്. അതിനെ അനുഭവം തലത്തിലേക്ക് കൊണ്ടുവരുന്നതിന് അതിൻ്റെ അവസാനത്തിൽ നിന്ന് തുടങ്ങണം. എന്താണ് അവസാനം? വിശ്വസിക്കുക. അതെ, വീണ്ടും നമ്മൾ വിശ്വാസത്തിലേക്കാണല്ലോ പോണേ. എന്തിൽ വിശ്വസിക്കുക? ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന ദൈവത്തിൽ വിശ്വസിച്ചാൽ പോരാ. ഒരുപാട് ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാർ. എന്തായാലും ചിരിക്കണമെന്നറിയാം. എപ്പോഴൊക്കെ ചിരിക്കണം. അവരും ദൈവത്തിൽ വിശ്വസിച്ചിരുന്നാണല്ലേ. കുറേ ദൈവങ്ങളിൽ വിശ്വസിച്ചിട്ടുണ്ടായി. നമ്മളിപ്പോൾ അതിനൊന്നും വിമർശിക്കണ്ട. അതിനെല്ലാം നമ്മൾ എന്തിൽ വിശ്വസിക്കുന്ന കാര്യം പറയുന്നത് ഇവിടെ? സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പൊ സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ, അത് ഇന്നലെ നമ്മൾ മനസ്സിലാക്കി, സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് ഒരു അനുതാപമാണ്. എന്താ ഇപ്പൊ നമുക്കുള്ളൊരു അനുതാപം? ഇപ്പൊ നമുക്കുള്ളൊരു അനുതാപം എന്താ? ദൈവമേ, ഈ കാലം അത്രയും ഈ ദൈവം എൻ്റെ കൂടെ ആയിരുന്നിട്ടും ഞാൻ അങ്ങയെ അറിഞ്ഞില്ലല്ലോ. അതാണ് ശരിയായിട്ടുള്ള അനുതാപം എന്ന് പറയുന്നത്. അതാണ് ദൈവത്തിലേക്ക് തിരിയുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അനുദപിക്കുക എന്ന് പറഞ്ഞാൽ ടേൺ, ദൈവത്തിലേക്ക് വരിക. അപ്പോൾ പാപത്തെ കുറിച്ച് അനുദപിക്കുക, ഇതും ഒരു പാപമാണ്. ദൈവത്തെ കുറിച്ചുള്ള യഥാർത്ഥമായ അറിവില്ലാതിരുന്നത്. ജെറമിയായുടെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, എൻ്റെ ജനം 2 പാപം ചെയ്യും. എന്തായിരുന്നു അത്? അവർ എന്നെ, ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. അപ്പോൾ അതിലേക്കുള്ളൊരു തിരിച്ചുവരവാണ് ഇപ്പോൾ ഈശോ പറഞ്ഞത്. ഇതാ ഞാൻ ദാഹിക്കുന്നു, ഞാൻ ജീവജലത്തിൻ്റെ ഉറവ ഞാൻ തന്നെയാണ്. ജീവജലത്തിൻ്റെ ഉറവയായ ഞാനിതാ നിന്റെ അടുത്തേക്ക് അതുകൊണ്ട് വരികയാണ്. നീ പണ്ട് തിരസ്കരിച്ച ആ ഉറവ ഇതാ ഞാൻ മടക്കി തരുന്നു. ആ 5 കാര്യങ്ങളിൽ പ്രധാനമായും വിശ്വസിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോൾ നമുക്ക് അനുതാപം ഉണ്ടാകും. അനുദപിക്കുമ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് തിരിയുന്നു, ദൈവരാജ്യം തിരികെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് സമയം പൂർത്തിയാകും. എന്താണ് ഇവിടെ സമയം പൂർത്തിയാകുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്? സമയം ആരെ സംബന്ധിച്ചാണ് ഈ സമയം? നമ്മളെ സംബന്ധിച്ച് ഒരു സമയം, എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് ദൈവം സമയത്തിന് അധീനനാണ്. മനുഷ്യൻ സമയത്തിന് അധീനനാണ്. അപ്പോൾ സമയത്തിന് അധീനനായ മനുഷ്യനെ സമയമില്ലായ്മ, അതായത് സമയത്തിന് അതീതമായ ഒരു ജീവിതത്തിലേക്ക് കർത്താവ് കൊണ്ടുവരികയാണ്. ആ അനന്തമായ സമയം, ദൈവത്തിൻ്റെ സമയമായ നിത്യജീവനായ, നിത്യജീവൻ എന്ന് പറയുന്നതാണ് അത്. സമയത്തിന് അതീതമായ നിത്യമായ ഒരു സമയം, നിത്യമായ ഒരു ജീവിതം. അപ്പോൾ ഈ വലതുകരമൊന്ന് ഉയർത്തിയ നിങ്ങൾ, ഇത് ദൈവമാണ്. ദൈവത്തിൻ്റെ സമയം അനന്തമാണ്. ആ അനന്തമായ സമയമായ യേശുക്രിസ്തു ഇതാ വന്നിരിക്കുന്നു. മനുഷ്യന്റെ സമയം, സമയത്തിന് അധീനനാണ്. സമയത്തിന് അധീനനായ ഈ മനുഷ്യനിലേക്ക് ഇതാ ദൈവരാജ്യം വന്നിരിക്കുന്നു, അതായത് യേശു വന്നിരിക്കുന്നു. അപ്പോൾ ഈ മനുഷ്യന്റെ സമയവുമായിട്ട് ലയിച്ചു ചേർന്നപ്പോൾ ഈ മനുഷ്യന്റെ സമയം ഇപ്പോൾ 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 എന്തായി മാറി? സമയത്തിന് അതീതമായി മാറി. ഒന്നുകൂടി കാണിച്ച്, ഇതാ
സമയത്തിന് അതീതനായ ദൈവം സമയത്തിന് അധീനനായ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അതാണ് ദൈവത്തോടൊപ്പമായിരുന്ന സമാനത നിലനിന്ന് കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ താഴ്ത്തിയ ദാസന്റെ രൂപത്തിൽ ദൈവം തന്റെ ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാക്കാൻ വേണ്ടി തന്നെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. അതിലൂടെ മനുഷ്യന്റെ ആയിട്ട് ഒന്നായി. അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ വസിക്കുന്നു, നമ്മൾ ദൈവമായിട്ട് ഒന്നാകുന്നു. അനന്തമായ ആ സമയമായിട്ട് നമ്മൾ ഒന്നായി കഴിയുമ്പോൾ നമ്മുടെ സമയത്തെ ദൈവത്തിന്റെ സമയമാക്കി മാറ്റുന്നു. സമയം പൂർത്തിയായി. സമയം പൂർത്തിയായി. ഇപ്പോൾ നമ്മളെല്ലാവരും പ്രത്യേകിച്ച് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനിൽ ദൈവരാജ്യം സംസ്ഥാപിതമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ ഇനി സമയത്തെ സംബന്ധിച്ച് അവൻ ഒരിക്കലും മരിക്കുന്നില്ല. അവന്റെ ജീവിതം അനന്തമാണ്. അനന്തമാണ് അവന്റെ ജീവിതം. അതിവിടെ വെച്ച് വിശ്വസിക്കുന്നതിലാണ് ദൈവരാജ്യത്തിന്റെ അനുഭവം. ഒന്നുകൂടി വായിച്ചത്, സമയം പൂർത്തിയായിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഓക്കെ, ഈ അനുഭവത്തിന്റെ ആ ലയനം, ആ ദൈവരാജ്യ അനുഭവത്തിന്റെ ആ ലയനമാണ് പ്രാർത്ഥനയിലൂടെ ആ ദൈവത്തിൽ നിന്നുള്ളതെല്ലാം നമ്മിലേക്ക് ഒഴുകുന്ന ഒരു അനുഭവം. സമയം ഒഴുകുന്നു, ദൈവത്തിൻ്റെ ജീവൻ ഒഴുകുന്നു, ദൈവത്തിൻ്റെ ജ്ഞാനം ഒഴുകുന്നു, ദൈവത്തിൻ്റെ കരുണ ഒഴുകുന്നു, ദൈവത്തിൻ്റെ കൃപ ഒഴുകുന്നു, ദൈവത്തിൻ്റെ വിവിധ ദൈവിക സ്വഭാവങ്ങളെല്ലാം നമ്മളിലേക്ക് ഒഴുകുന്നു. അങ്ങനെ സമയം പൂർത്തിയായിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ. ദൈവത്തിൻ്റെ സമയം, അനന്തമായ ആ സമയം, നിത്യമായ ആ ജീവിതം നമ്മുടെ ജീവിതവുമായിട്ട് ഒന്നാകുന്നു. അത് സംഭവിച്ചിരിക്കുന്നു. ആ സംഭവിക്കുന്നതിന് വേണ്ടി ഖൗദാശികമായ പരികർമ്മങ്ങളിലൂടെ അത് കൂടുതൽ ശക്തമായ അനുഭവത്തിലേക്ക് നീങ്ങുന്നു. അതാണ് മാമോദീസ, സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന, ഇങ്ങനെയുള്ള കൂദാശകൾ. ഇപ്പോൾ ഞാൻ രാവിലെ മുതൽ പറയാൻ ശ്രമിച്ചത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ആഴമായ അനുഭവത്തിലേക്ക് പോകണം എന്നാഗ്രഹിച്ചപ്പോഴാണ് പ്രാർത്ഥന എന്നത് പുതിയ ഉടമ്പടിയിൽ ഈ ത്രിത്വൈക ദൈവവുമായിട്ടുള്ള സജീവമായ ഒരു ബന്ധമാണ് പ്രാർത്ഥന എന്ന് മനസ്സിലായി. അതിൽ നിന്നാണ് ബാക്കി ഇത്രയും കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചതും ഉടമ്പടി എന്താണെന്നും ദൈവരാജ്യം എന്താണെന്നും എല്ലാം ഇപ്പോൾ നമുക്ക് കുറേ കൂടി ആഴമായി മനസ്സിലായി. ഇനി ഈ മനസ്സിലാക്കലിൻ്റെ പശ്ചാത്തലത്തിൽ പ്രാർത്ഥന ഒരു പടി കൂടി വളർന്ന ഒരു പ്രാർത്ഥനയാണ്. അങ്ങനെ വളരുന്ന ഒരു പ്രാർത്ഥനയ്ക്കാണ് ഈശോ പറഞ്ഞത്, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ, ഭാവനകൾ, ആഗ്രഹങ്ങൾ, യുക്തി എല്ലാം നമുക്ക് അടയ്ക്കാം. ഇത് നമ്മളുടെ മനസ്സിൻ്റെ ഒരു കഴിവാണ്. നമ്മൾക്ക് ഒരു ചിന്ത വന്നെന്ന് വരുന്നതുകൊണ്ട് ആ ചിന്തയിൽ തന്നെ ഇരിക്കേണ്ട ആവശ്യമില്ല. ആ ചിന്തയെ നമുക്ക് തിരസ്കരിക്കാം. ഇപ്പം എനിക്ക് ചിന്തിക്കണ്ട, ഇപ്പം ഞാനിവിടെ വചനം കേൾക്കുകയാണ്, ഞാനത് കേൾക്കണം. ഉദാഹരണത്തിന് നിങ്ങൾ എൻ്റെ കൂടെ ഒരു മുറിയിലിരുന്ന് സംസാരിക്കുകയാണ്, ഒരു കൗൺസിലിങ്ങിന് വന്നിരിക്കുകയാണ്. ഇവിടെ ഓരോ മുറികൾ ഉണ്ടാക്കിയിട്ടാണ്. ഞാൻ മുറിയിലിരിക്കുന്നത്, ഈ കുമ്പസാരത്തിന് ഒരു മുറിയിലിരിക്കുന്നു.
അപ്പോൾ പുറത്തു വന്ന് ആരെങ്കിലും മുട്ടുകയാണെങ്കിൽ പറയും പ്ലീസ് വെയിറ്റ്, ഇപ്പോൾ ഞാൻ ഉപതാരിക്കുക. അപ്പോൾ നമ്മൾ ബോധപൂർവം ആ മറ്റു കാര്യങ്ങളെല്ലാം അടച്ചു. ഇപ്പൊ ഇവിടെ ഞാൻ വളരെ സുപ്രധാനമായ ഒരു കാര്യത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തരത്തിലുള്ള പ്രാർത്ഥനയ്ക്കാണ് കോൺടെംപ്ലേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ധ്യാനയോഗ പ്രാർത്ഥന. ഈ പ്രാർത്ഥന ഏറ്റവും വലിയ ഒരു ലയനമാണ്. അവിടെ ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. അതാണ് ആ സങ്കീർത്തനത്തിൽ പാടുന്നതിൻ്റെ ഒരു വശം. അതിന് വേറെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. 19-ാം സങ്കീർത്തനത്തിൽ ഒന്ന് പാടി. 19-ാം സങ്കീർത്തനം 3-ഉം 4-ഉം എല്ലാം ശബ്ദം പോലും കേൾക്കാനില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളമെത്തുന്നു. ഇത് സങ്കീർത്തനത്തിന്, ഒരേ സങ്കീർത്തനത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്ന് നമ്മളിപ്പോൾ പറയുമ്പോഴെല്ലാം മനസ്സിലാവും. ആദ്യം ആ സങ്കീർത്തനം ആരംഭിക്കുന്നത് ആകാശം ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിതാനം അവിടുത്തെ കരവേലേ വിളംബരം ചെയ്യുന്നു. ഇതാണ് കുർബാനയിൽ നമ്മൾ പാടാറുള്ളത്. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു, ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. അപ്പോൾ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ മറ്റൊരു ജ്ഞാനം ഇതാണ്. ദൈവം ഈ പ്രകൃതിയെ എല്ലാം ഇത്ര മനോഹരമായി മനുഷ്യന് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യന് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിലും ഇത് അതിനെ കൊന്ന് ചാപ്പിടാൻ വേണ്ടി മാത്രമല്ല മനുഷ്യന് വേണ്ടി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ മനുഷ്യൻ മനസ്സിലാക്കണം, ഇതിൻ്റെ എല്ലാം സൃഷ്ടാവിൻ്റെ ആ മനോഹാരിതയെ മനസ്സിലാക്കണം. നമ്മുടെ ഗാർഡനിലുള്ള ആ പുഷ്പം, അതൊരു മുട്ടായിരുന്നു, അത് വിടർന്നു, അതിൻ്റെ നിറം വരുന്നു. രാവിലെ ഒരു നിറം, ഉച്ചയാകുമ്പോൾ വേറൊരു നിറം, വൈകുന്നേരം ആകുമ്പോൾ വേറൊരു നിറം. ഓ, ആരാ ഇതൊക്കെ ചെയ്യുന്നത്? അപ്പോൾ ഈ പ്രകൃതിയിലെ ഓരോ ചെടികളും, ഈ നക്ഷത്രങ്ങളും, ഈ ആകാശവും എല്ലാം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളമെത്തുന്നു. അവർ ദൈവത്തെ ആരാധിക്കുന്നു. അപ്പോൾ ഇവരിൽ നിന്നും നമ്മൾ, അത് വലിയൊരു കോൺടെംപ്ലേഷൻ. ഇതാണ് മറ്റൊരർത്ഥം. എന്നാൽ നമ്മളിപ്പോ ധ്യാനിക്കുന്നത് ആ ദൈവം, അദൃശ്യനായ ദൈവം യേശുക്രിസ്തുവിലൂടെ ദൃശ്യനായി. ഇത് ഈ പ്രപഞ്ചത്തിൽ ദൈവം നൽകിയിട്ടുള്ള ഏറ്റവും അത്ഭുതകരമായ ഒരനുഭവമാണ്. അദൃശ്യനായ ആ ദൈവം ദൃശ്യനായി യേശുക്രിസ്തുവിലൂടെ വന്നു. ആ യേശു വീണ്ടും അദൃശ്യനായി. എന്തിനു വേണ്ടി അദൃശ്യനായി? അരൂപിയായി. എന്തിനു വേണ്ടി അരൂപിയായി? നമ്മൾ ഓരോ മനുഷ്യ ഹൃദയത്തിലും വസിക്കുന്നതിന് വേണ്ടി.
അങ്ങനെ ആ ദൈവം നമ്മുടെ ആത്മാവിൽ ഇപ്പോൾ സഹവസിക്കുന്നു. അതാണ് ആ സങ്കീർത്തനത്തിൽ എൻ്റെ ആത്മാവ് അങ്ങയോടൊപ്പം ഒട്ടിച്ചേരും. ഞാനൊരു സൃഷ്ടിയാണ്, എന്നാൽ എന്നെ ദൈവം സൃഷ്ടിച്ചത് തന്നെ നമ്മൾ ആദ്യകാല ദിവസങ്ങളിൽ വായിച്ചു. ആ കാറ്റഗിസത്തിലെ ആദ്യത്തെ ഖണ്ഡികയിൽ തന്നെ പറയുന്നത്, അനന്ത നന്മ ആയ ദൈവം സ്വമനസ്സോടെ നമ്മളെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത് എന്തിനാ? തൻ്റെ ദൈവിക ജീവനിൽ നമ്മളെ പങ്കുകാരാക്കുന്നതിന്. ടു മേക്ക് us sharer in his own divine nature. അതുകൊണ്ട് എല്ലാ കാലങ്ങളിലും ദൈവം നമ്മെ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ദൈവത്തെ സ്നേഹിക്കുന്നതിനും വേണ്ടി ക്ഷണിക്കുന്നു. അപ്പോൾ ഈ വാസ്തവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലുള്ളൊരു അനുഭവമാണ് നമ്മിൽ വസിക്കുന്ന ദൈവത്തെ വ്യക്തിപരമായി അനുഭവിക്കുക. ഏതുപോലെ മണവാളൻ മണവാട്ടിയുമായി ആ മണവറയിൽ എങ്ങനെ ഒരു പ്രേമബന്ധത്തിലേക്ക്, ആ പ്രേമബന്ധത്തിൽ നിന്ന് ഉളവാകുന്ന ഒന്നാകലിലേക്ക് വരുന്നുവോ, അതുപോലെ ദൈവം നമ്മുടെ ആത്മാവുമായിട്ട് ഒന്നാകാം. അതാണ് എൻ്റെ ആത്മാവ് അങ്ങയോടൊപ്പം ഒട്ടിച്ചേർന്നു പറയുന്നത്. അപ്പോൾ ഈശോ ഇവിടെ പറയുന്നത്, നീ പ്രാർത്ഥിക്കുമ്പോൾ